ടൂ വീൽ ഓട്ടോമാറ്റിക് ഓഫർ പ്രൈസ് ആണ് 8 ലക്ഷം രൂപ. അപ്പൊ ഇതുവരെ ആരും നൽകാത്തൊരു ഓഫർ പ്രൈസ് ആണ്. 12 ടൂ വീലിന്റെ പ്രൈസിന് നമുക്ക് ഒരു 4x4 ഓട്ടോമാറ്റിക് ഉണ്ടാവും ഡീസൽ. അത് നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. 5 റുപ്യക്ക് നമ്പർ ആക്കിയിട്ടുള്ള ഫുൾ ലോണിൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂല. 42 രൂപ കൊടുക്കാം. ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വീണ്ടും റൈഡോൺ കാസിലാണ്. അത്യാവശ്യം നല്ല ഫാമിലി കാറുകൾ, നല്ല കളക്ഷൻസ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിലെ കാറുകളുണ്ട്. ഏകദേശം നമ്മൾ 10-50ഓളം വാഹനങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനം കാണിക്കുക. ഈ ഒരു സൈഡിൽ SUV കളുണ്ട്, 7 സീറ്ററുകൾ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സെഡാനുകൾ വരുന്നുണ്ട്, ഹാച്ച് ബാക്കുകളുണ്ട്. അങ്ങനെ എല്ലാ സെഗ്മെൻറ്റുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ റൈഡോൺ കാസിലാണ്. കൂടെ നിന്ന് നിസാർക്ക നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് കാക്കഞ്ചേരിന്ന് പള്ളിക്കോസ റോഡിൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ പുതിയ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു 200-300 മീറ്റർ അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഫോർച്യൂണറാണ്. അത് നമുക്കൊരു കിട്ടില്ല ഓഫർ പ്രൈസിലാണ് ഈ ഒരു വാഹനം തരാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു നിസാർക്ക് അതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡൽ റീ വണ്ടിയാണ്. ഓക്കെ. ഇത് ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. ടൂ വീൽ ഓട്ടോമാറ്റിക് 2012 വണ്ടി അല്ലേ? യെസ്. അത് നമുക്ക് എങ്ങനെയായിരുന്നു പിന്നെ ഇതിന്റെ എഞ്ചിന് മെക്കാനിക്കൽ വണ്ടി ഫിറ്റ് അല്ലേ? സൂപ്പർ വണ്ടി അല്ലേ? അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ ടയേഴ്സ് ആണ്. നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല. പക്ക നമുക്ക് ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ് വരുന്നത്. അപ്പോൾ ഒരു ബിഗ് സൈസ് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ നിലവിൽ 1.50 ആണ് കാണിക്കുന്നത്. ഓക്കെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക് ലാസ്റ്റ് 8 രൂപ കൊടുക്കാം. യെസ്. അപ്പോൾ ടൂ വീൽ ഓട്ടോമാറ്റിക് 2012 മോഡൽ നമ്പറായ വണ്ടി ഓഫർ പ്രൈസ് ആണ് 8 ലക്ഷം രൂപ. നിലവിലൊരു ഹാഷ് ബാക്കിന്റെ പ്രൈസിന് വണ്ടി ഉണ്ടാവും. ടൂ വീൽ ഓട്ടോമാറ്റിക് നമ്പർ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 8 ലക്ഷം രൂപ അല്ലേ? ഒരു ഓഫർ പ്രൈസ് നമ്മൾ താറായിട്ടാണ് 4x4 ഓട്ടോമാറ്റിക് ഒരു കിഡിലൻ ഐറ്റം. യെസ്. ഇക്ക എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 4 വീല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4x4 ആണ്. അത് കിഡിലൻ വണ്ടി. KL53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ 4x4 ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. യെസ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്കിത്? ഇത് നമുക്ക് 12.25 കൊടുക്കാം. യെസ്. അപ്പൊ ഇതുവരെ ആരും നൽകാത്തൊരു ഓഫർ പ്രൈസ് ആണ്. 12.25 ടൂ വീലിന്റെ പ്രൈസിന് നമുക്ക് ഒരു 4x4 ഓട്ടോമാറ്റിക് ഉണ്ടാവും ഡീസൽ. അത് നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. 21 മോഡലാണ്. കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 90,000 കിലോമീറ്റർ അല്ല? അപ്പൊ അതുകൊണ്ട് ട്രാക്കിന്റെ മാക്സിമം നമുക്ക് ഫുൾ ഓൺ 4 ടയർ പുതിയ ടയർ ഉണ്ട്. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സോ ഓഫർ പ്രൈസ് ആണ്. അപ്പോൾ ട്രാക്കിനെയും ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കലി 4x4 ഇല്ല. അടുത്ത നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ? ഇത്രയും കാലമായിട്ട് നമുക്ക് സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം നമുക്ക് ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് അല്ലേ? അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. XX ആണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1,15,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് ആണ് നമുക്ക്. പിന്നെ അതും മാനുവൽ ആണ്. സോ നല്ല മൈലേജ്. ഒരു ക്രെറ്റന്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിമാൻഡുള്ള ഒരു ജനറേഷൻ ആണ് അല്ലേ? എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 6,40,000 ബെസ്റ്റ് പ്രൈസ്. കുറച്ച് കൊടുക്കാം അല്ലേ? ഇത് നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? 5 രൂപ 6 രൂപ വരെ ലോൺ ചെയ്യാം. അപ്പൊ ട്രാക്കിന് 10-40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. ഇനി അടുത്തത് ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ ഈ വണ്ടി? ഇത് പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. പക്ഷെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അതായത് നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഹോണ്ടയുടെ ഒരു WRV ആണ്. എങ്ങനെയായിരുന്നു നിസാർക്ക് മോഡൽ കാര്യങ്ങൾ? 2017 വണ്ടിയാണ്. 2017 ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ക്രൂസ് കൺട്രോൾ, സൺറൂഫ് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? 1.15 അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡ് അല്ലേ? എങ്ങനെ മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല അല്ലേ? എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? 5 രൂപ 5 രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. അത് നമുക്ക് കിലോമീറ്റർ പറഞ്ഞത് 1.3 അല്ലേ? അപ്പൊ ഇത് പെട്രോളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പക്ക സർവീസ് ചെയ്തുകൊണ്ട് ഒന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് എടുക്കാം. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 50 രൂപ വണ്ടി ഇറക്കാം. പ്രൈസ് പറഞ്ഞത് നമുക്ക് 5.45 അല്ലേ? അതിൽ നമുക്ക് ഒരു 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തൊരു 7 സീറ്റർ ആണ്. മഹീന്ദ്രയുടെ സൈലോ അല്ലേ? അത്യാവശ്യം നമുക്ക് യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്.
ചെറിയ പ്രൈസിന് വലിയൊരു വാഹനം. ഡീസലാണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് പുതിയ പേപ്പർ 2010 മോഡൽ പുതിയ പേപ്പറിൽ നമുക്ക് 1.70 കൊടുക്കാം. അതായത് 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് വണ്ടി. നമ്മൾ ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് പറഞ്ഞാൽ 1.70 നമുക്ക് വലിയൊരു 7 സീറ്റർ വാഹനം കൊണ്ടുപോകാം. പൊതുവേ നമുക്ക് ടാക്സി പെർമിറ്റിലൊക്കെ കാണുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജ് മെയിൻ്റനൻസ് കുറവുണ്ടെങ്കിൽ ടാക്സി പെർമിറ്റിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലിക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ആണിത്. 1.70 5 വർഷത്തെ പേപ്പറിലും ഉണ്ടാവും. അടുത്ത് നമുക്ക് ഒരു ഫോർഡ് എക്കോ സ്പോർട്ട് ആണ്. സിലോ ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു സർക്കാർ ഡീറ്റെയിൽസ്? 13 ഏറ്റവും ടോപ്പ് എൻഡ് ടൈറ്റാനിയ അല്ല, നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ? ഡീസൽ. സോ നമുക്ക് 18-20 മൈലേജ് കിട്ടും. നല്ല പെർഫോമൻസും കാര്യങ്ങളും അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വാഹനമാണ് അല്ലേ? അത്യാവശ്യം നമുക്ക് ടയേഴ്സ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൻ്റെ ആണ്. ഫുൾ കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്നൊരു വാഹനമാണ്. സോ നമുക്ക് നല്ല ബോഡി വെയ്റ്റും മൈലേജും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം. സാർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റിയൊരു വാഹനം? ഇത് നമുക്കൊരു 3.60 കൊടുക്കാം. 3.60 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. ലോണ് സൗകര്യം ഉണ്ടാവും. വണ്ടി ഇറക്കാനും പറ്റില്ല. അടുത്ത നമുക്ക് ഇനോവയാണ്. നമുക്ക് സിൽക്കി ഗോൾഡ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? കേരള വണ്ടിയാണ്. 2009 5 കൊല്ലം പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് വിത്ത് ഫാൻസി നമ്പർ കാര്യങ്ങൾ. അതും സിൽക്കി ഗോൾഡ് ആണ്. ഡുൾ ടൂണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വാഹനമാണ്. സോ നമുക്ക് 5 വർഷത്തെ പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. അതും ഒറിജിനൽ കേരള വാഹനം അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിന്റെ കിലോമീറ്റർ 2 ലക്ഷം ഓടി. 2 ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ? ടൊയോട്ടനെ സംബന്ധിച്ചാവുന്നൊരു ഓട്ടമല്ലേ? കറക്റ്റ് സർവീസ് അത്യാവശ്യം നമുക്ക് കിലോമീറ്റർ കൊണ്ടുപോകാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 4 രൂപ നമ്മൾ ചോദിക്കുന്നത്. 4.5 രൂപ. അതും ഒറിജിനൽ കേരള ഇന്നോവയാണ്. 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊണ്ടാവും. ലോൺ ഫെസിലിറ്റി ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്താണ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ അല്ലേ? അതേപോലെ സ്റ്റോക്ക് കണ്ടീഷൻ നിർത്തിയിട്ടുണ്ട്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? നമ്പർ 2012 മോഡൽ വണ്ടി. കേരള നമ്പർ ആക്കി കൊടുക്കാം. കേരളത്തിലെ നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 5 രൂപയ്ക്ക് 5 രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ടുള്ള 2012 വണ്ടി നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും. അടുത്ത് വീണ്ടും നമുക്കൊരു കിഡ് എക്കോ സ്പോർട്ട് തന്നെയാണ്. ഡീസൽ തന്നെയാണ് വണ്ടി വരുന്നത്. ഇതിന്റെ ലാസ്റ്റ് ജെൻ ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2019-20 രജിസ്ട്രേഷൻ വണ്ടി. 2019 അതായത് ഫോർഡ് ഇന്ത്യ വിടുമ്പോൾ ഉള്ള ആ ഒരു മോഡലാണ്. അതിൽ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും. ഇത് ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? ഡീസൽ വണ്ടിയാണ് വരുന്നത്. ഡീസൽ അല്ലേ? ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 ലക്ഷം ഓടി. 1 ലക്ഷം കിലോമീറ്റർ. കോട്ടൺ രജിസ്ട്രേഷൻ ആണ്. ടോപ്പ് ലോഡ് വണ്ടിയാണ്. നിസാർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? ഇത് നമ്മൾ 8 രൂപ ചോദിക്കണേ. 8 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? എന്തെങ്കിലുമൊക്കെ പാർട്ടി പരമായി കൊടുക്കാൻ പറ്റും. ലോണൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി? 8 രൂപ ഫുള്ള് കയറുന്നുണ്ട്. ഫുൾ ലോണിൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂല. അടുത്തൊരു ചെറുവാഹനമാണ് ഇടയിൽ ഒരു ഇയോൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഓഫർ ബേസ് 2014 വണ്ടിയാണ്. 2014 വണ്ടി അല്ലേ? 14-13 വണ്ടിയാണ്. ഇത് നമുക്ക് 1.25 രൂപ കൊടുക്കാം. 1.25 രൂപയ്ക്ക് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വരുന്നത് 65,000 65,000 കിലോമീറ്റർ വണ്ടിയാണ് ഓടിയിട്ടുള്ളത്. നമുക്ക് ഓഫർ പ്രൈസ് ആണ് 1.25 അല്ലേ? 1.20 കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ഫുള്ള് ലോൺ ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാം. 1.25 കമ്പനി EMI 3,000-4,000 വരുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ 1 രൂപ പോലും വേണ്ട. മാസം ഒരു 3,000-4,000 രൂപ മാറ്റിയൊക്കെയാണെങ്കിൽ ഈ വണ്ടിയാണ് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വാഹനങ്ങൾ ഈ സൈഡിൽ തന്നെ നമുക്കുണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീണ്ടും ഒരു സൈലൻ്റാണ് അല്ലേ? വൈറ്റ് ഫിനിഷിങ്. ഇതെങ്ങനെയായിരുന്നു? സോറി, ഇത് കോണ്ടോ ആണ് അല്ലേ? അതായത് നമ്മൾ സൈലോന്റെ നേരെ കുഞ്ഞന് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു? 2013 വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാണ്. 2013 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ്. യാത്രാ കംഫർട്ടൊക്കെ കിട്ടുന്നൊരു വാഹനം. ക്വാളിറ്റി വണ്ടി അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ആണോ? അത് ഓൺഷിപ്പ്. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? നമുക്ക് 1.70 നമുക്ക് കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? ടാറ്റ നെക്സോൺ ആണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. സോ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. 5 സ്റ്റാർ റേറ്റിംഗും കാര്യങ്ങളും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. സാർക്ക് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ. ഓൺഷിപ്പ് XXTR മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 40 ഓടിയിട്ടുണ്ട് വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും? 4.25 കൊടുക്കാം. 4.25 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ അല്ലേ? അപ്പോൾ 4.25 ആണ്. നെക്സോൺ ആണ്. അത് നമുക്ക് ഫുൾ ലോണിലാണ് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ബെസ്റ്റ് പ്രൈസിന് അല്ലേ?
അടുത്ത 3 7 സീറ്ററുകൾ വരുന്നുണ്ട്, 3 എർട്ടികളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വൈറ്റ് ഫിനിഷിംഗില് രജിസ്ട്രേഷൻ ZDI അതായത് ടോപ്പ് ലോഡ് വണ്ടിയാണ്. 7 സീറ്റർ ആണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 18-20 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് 1.70 ഓടിയിട്ടുണ്ട്. ഇത് 4.25 രൂപ. 4.25 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 50 രൂപ ഇറക്കാൻ പറ്റും. 50 രൂപ ഇറക്കാം. 2013 ഏറ്റവും ടോപ്പ് ലോഡ് ഡീസൽ 7 സീറ്റർ എർട്ടിക അല്ലേ? അടുത്ത് വീണ്ടും നമുക്ക് ഇതാണ് വീഡിയോ ഓപ്ഷനിൽ വരുന്ന ഒരു എർട്ടിക തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2017 മോഡൽ. ഹൈബ്രിഡ് ആണ്. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ. ന്യൂ ഫേസ് കാര്യങ്ങൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. 2017 മോഡൽ ഡീസൽ ഹൈബ്രിഡ് എർട്ടിക. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പാർട്ടിക്ക് അനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു ടാക്സി പെർമിറ്റ് ഉള്ള ഒരു എർട്ടിക നോക്കുന്നവർക്ക് നമുക്ക് നിലവിൽ ടാക്സി പെർമിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. ഗോൾഡ് ഫിനിഷിംഗ് ആണ്, എർട്ടിക തന്നെയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2014-15 രജിസ്റ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.20 ഓടിയിട്ടുണ്ട്. ഓക്കെ. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.75. പുതിയ പേപ്പറിൽ എടുത്ത് കൊടുക്കാം. പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് 3.75 ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. നിസാന്റെ ടെറാനാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ അല്ലേ? ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഓൺഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ 1.18 ഓടിയിട്ടുണ്ട്. എത്ര ചോദിക്കും നമ്മൾ? നമുക്ക് ഒരു 3.20 കൊടുക്കാം. ചെറിയൊരു ലോണിൽ ഫുൾ ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഫുൾ ലോണില് ചെറിയൊരു പ്രൈസിന് നല്ലൊരു കിട്ടില്ല. ഡീസൽ SUV 85 ആണോ മണ്ടറാണോ? ഇത് 85 മണ്ടറാണ്. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ? അടുത്തതാണ് ന്യൂ ജനറേഷനിൽ ഏറ്റവും ടോപ്പ് ലോഡ് ഡുവൽ ടൂണിൽ വരുന്ന ഒരു വാഗ്നറാണ്. അത് നമുക്ക് ഇവിടുത്തെ തന്നെ കൊണ്ടോട്ടി രജിസ്ട്രേഷനാണ് വരുന്നത് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് 2023 വണ്ടിയാണ്. 2023 1000 cc. സോ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ZDI ആണ്, ഏറ്റവും ഫുൾ ആണ്. ഏറ്റവും ZXi ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു വണ്ടിയാണ്. മാനുവലിൽ ഫുൾ ലോഡ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സാർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 6.20 ചോദിക്കുന്നത്. സോറി 5.20 ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ഫുൾ ലോണിന് ചെയ്യാൻ പറ്റൂല. അടുത്തൊരു ഒമ്നി ഉണ്ട്. 2010 മോഡൽ പുതിയ പേപ്പർ, 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1.25 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ എടുത്ത് കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് 1.25 നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ രൂപത്തൊക്കെ വേണമെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അടുത്തൊരു ഓൾട്ടോ ആണ്. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഓൾട്ടോ അല്ല, അടുത്തൊരു ഐട്ടൺ. ഇത് എങ്ങനെയായിരുന്നു നമുക്ക്? ഇത് ഐട്ടൺ 2008 മോഡലാണ്. 2008 മോഡൽ. അത് ഓഫർ പ്രൈസിൽ നമുക്ക് 85 രൂപ കൊടുക്കും. 85 രൂപയ്ക്ക് ഐട്ടൺ അല്ലേ? അടുത്തൊരു 800 ആണ്. എത്ര രൂപ? 2003 ആണ്. ഇത് 42 രൂപ കൊടുക്കും. 42 രൂപയ്ക്ക് നമുക്കൊരു 800 കൊടുക്കാൻ പറ്റും. ടാറ്റന്റെ സിപ്പ് പറഞ്ഞ വണ്ടി. ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 1 രൂപയ്ക്ക് കൊടുക്കാം. 1 രൂപയ്ക്ക് പുതിയ പേപ്പർ 1 രൂപയ്ക്ക് എടുത്ത് പുതിയ പേപ്പർ എടുത്ത് മീൻ പരിപാടിക്കൊക്കെ പറ്റൂല. നമുക്ക് സീറ്റ് സ്റ്റീലിന്റെ ഒക്കെ ചെറിയ പൈസ പരിപാടി നടത്തുന്ന ടീമിനൊക്കെ ചെയ്യാൻ പറ്റും. 13 മോഡൽ വണ്ടിയാണ്. അടുത്താണ് നമുക്കൊരു കിട്ടുന്ന ഓൾട്ടോ വരുന്നുണ്ട്. സിൽവർ ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡലാണ്. 2011 മോഡൽ വണ്ടിയില്ല. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. AC പോസ്റ്ററിംഗ് ഒക്കെ വരുന്നൊരു വാഹനമാണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 1.10 നമുക്ക് ചെയ്യാൻ പറ്റില്ല. പേപ്പർ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്, തെറ്റിയിട്ടൊന്നുമില്ല. അടുത്തൊരു ഇയോൺ അല്ലേ? 2015. ഇത് 1000 cc ഉള്ള ഒരു വണ്ടിയാണ്. 1000 cc ആണ്. ടാപ്പ് എഞ്ചിനാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ്. 14-15 വണ്ടി വരുന്ന വണ്ടിയാണ്. നമ്മൾ ചോദിക്കുന്നത് 1.80 ആണ്. 1.80. എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 10-20 രൂപ വണ്ടി ഇറക്കാം. 10 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു എമൗണ്ട്, അതായത് നമുക്കൊരു ബൈക്കിൻ്റെ ഒക്കെ ഒരു EMI നമുക്ക് വാഹനം കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിട്ടുന്ന ഇന്റീരിയർ ആണ്. മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. ഇത് മാഗ്ന പ്ലസ് ആണ്. ഇതിന്റെ അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. അപ്പോൾ മാക്സിമം ഒരു 10 രൂപ വണ്ടി ഇറക്കാം. അടുത്തൊരു ടൊയോട്ട എത്തിയോസ് ആണ്. സെഡാനാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്?
ഇത് 2014 മോഡലുണ്ട്. 2014 മോഡൽ അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് 3 റുപ്യ. 3 റുപ്യ. ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? അപ്പോൾ ലോൺ മാക്സിമം ഒരു 2.5 മുകളിൽ ചെയ്യാൻ പറ്റും. 40-40 റുപ്യ വണ്ടി ഇറക്കാൻ പറ്റും. വണ്ടി ഇറക്കാൻ പറ്റില്ല. നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്പറായി വന്ന വണ്ടിയാണ്. സെക്കൻഡ് ഇപ്പം നിലവിൽ 3rd ഓണറിലാണ്. എഞ്ചിന് മെക്കാനിക്കൽ അടിപൊളിയായിരിക്കും. അടിപൊളിയാണല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ റൈഡോൺ കാസിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് കാക്കഞ്ചേരിയിലാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം.